ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് കീമിലുള്ള +1 ഫിസിക്സിൽ യൂണിറ്റ് 3 ലോസ് ഓഫ് മോഷൻ എന്നുള്ളൊരു യൂണിറ്റിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ന്യൂട്ടൺസ് 3 ലോസ് പഠിക്കുന്നുണ്ട് അല്ലേ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നോക്കാം ഇൻട്രൊഡക്ഷനിൽ എന്താ പറയണേന്ന് നമുക്ക് നോക്കാം. Some external agency is needed to provide force to move a body from rest. അല്ലേ, അപ്പോൾ ഒരു റെസ്റ്റിലുള്ള ഒരു ബോഡീനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലെ. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് മൂവിലിരിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡീനെ മൂവ് ചെയ്യിപ്പിക്കാനോ അതല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡീനെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കാനോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ, ഒരു ഫുട്ബോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഫുട്ബോളിനെ നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ആരെങ്കിലും വന്നൊരു ചവിട്ട് കൊടുക്കണം അല്ലെ. തട്ടിയ കാലം കൊണ്ട് ഒരു കിക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ബോൾ മൂവ് ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ എ ബ്രീസ് കോസസ് ദ ബ്രാഞ്ചസ് ഓഫ് ട്രീ ടു സ്വിംഗ്, എ സ്ട്രോങ് വിൻഡ് ക്യാൻ എവൻ മൂവ് ഹെവി ഒബ്ജക്ട്സ്. അപ്പൊ ഒരു ഇളം കാറ്റ് വീശുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു മരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ബ്രാഞ്ചസിനൊക്കെ ചെറിയൊരു അങ്ങനെ ഒരു മൂവ്മെന്റ്സ് ഒരു സ്വിംഗ് ആയിട്ട് വരുന്നതിന് പറ്റും. അല്ലെങ്കിൽ ഒരു സ്ട്രോങ് വിൻഡ്, നല്ല ശക്തിയുള്ള ഒരു കാറ്റ് ഹെവി ഒബ്ജക്റ്റിനെ അടക്കം മൂവ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അതുപോലെ എ ബോട്ട് മൂവ്സ് ഇൻ ഫ്ലോയിങ് റിവർ വിത്തൗട്ട് എനിവൺ ഡ്രോയിങ് ഇറ്റ്. ഒരു ബോട്ട് അല്ലെ ആ ഒരു റിവറിലൂടെ എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അത് പ്രത്യേകിച്ച് ആരും തുഴഞ്ഞില്ലെങ്കിൽ കൂടെ ഒരു മൂവ്മെന്റ്സ് നമുക്ക് അതിലേക്ക് ഉണ്ടാകും. Then a bar magnet can attract an iron nail from a distance. ഒരു ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ ഒരു അയണിനെ ഒരു ബാർ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ a stone released from the top of the building accelerates downward. ഇപ്പൊ നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് താഴത്തേക്ക് നോക്കിയിട്ട് താഴത്തേക്ക് വന്ന് വീഴും അല്ലെ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, നമ്മളൊരു അഡീഷണൽ ഫോഴ്സ് കൊടുക്കുകയാണ് നമ്മൾ അതിനെ മൂവ് ചെയ്യിക്കാനായിട്ട് അല്ലെ. These examples show that external agency can contact force or non-contact force. അപ്പോൾ ആ ഒരു external agency എന്ന് പറയുന്നത് ചിലപ്പോൾ contact force ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു non-contact force ആയിരിക്കും. Okay. An external force is not required to keep body in uniform motion. അപ്പോൾ ഒരു യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമില്ല, കാരണം അതൊരു യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിന് അഡീഷണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരു ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഇഫ് സപ്പോസ് ആ ഒരു മോഷനിലുള്ള ബോഡിയെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഫോഴ്സിനുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദ ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗലീലിയോ സ്റ്റഡീഡ് മോഷൻ ഓഫ് ഒബ്ജെക്ട് ഓൺ എ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, ഗലീലിയോ എന്ന് പറഞ്ഞ ആ ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ ആ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ അല്ലെ, അങ്ങനെ വരുന്ന ആ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു പ്ലെയിനിലൂടെ ഉണ്ടാകുന്ന ഒബ്ജക്റ്റുകളുടെ മോഷൻ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത് ഗലീലിയോ ആണ്. അദ്ദേഹം എന്തൊക്കെയാണ് കണ്ടെത്തിയത്, മൂവിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആക്സിലറേറ്റ്സ് അല്ലെ. മൂവിംഗ് ഡൗൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആക്സിലറേറ്റ് ആകും, എന്നാൽ മൂവിംഗ് അപ്പ് ആണെങ്കിലോ അത് റിട്ടാർഡ് ആകും. ഓക്കെ, ഇപ്പൊ ഇത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഇത് ആക്സിലറേറ്റ് ചെയ്യും, ഇത് റിട്ടാർഡ് ആണ് ഓപ്പോസിറ്റിലേക്ക് വരികയാണെങ്കിൽ. മോഷൻ ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് ഇന്റർമീഡിയറ്റ് സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ ഉണ്ടാകുന്നത് എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് സിറ്റുവേഷൻ ആണ്. മുകളിൽ നിന്ന് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആക്സിലറേറ്റ് ചെയ്യും. ഇവിടെയാണെങ്കിൽ റിട്ടാർഡേഷൻ ആണ് നമുക്ക് വരുന്നത്. ദിസ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, so Galileo concluded that an object moving on a frictionless horizontal plane must neither have acceleration nor retardation. That is, it should move with a constant velocity. ഇപ്പൊ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് ആക്സിലറേഷനും ഉണ്ടാകില്ല, റിട്ടാർഡേഷനും ഉണ്ടാകുന്നില്ല. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ. എന്നാൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഫ്രം അപ് ടു ഡൗൺ ആണെങ്കിൽ നമുക്ക് എന്താണ്, ആക്സിലറേഷൻ ആയിരിക്കും. അപ്വേർഡിലേക്കാണ് നമ്മൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് റിട്ടാർഡ് പോർഷൻ ആണ് നമുക്ക് അവിടെ വരുന്നത്, ഫോഴ്സ് ആണ് വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് വരുന്നത്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോ ഓഫ് ഇനേർഷ്യ, അതായത് ഗലീലിയോ കണ്ടെത്തിയ ആ ഒരു ഒബ്ജക്റ്റ് ഒരു തിങ്സ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, another experiment by Galileo leading to the same conclusion involves a double inclined plane. അപ്പോൾ ഇദ്ദേഹം ആദ്യം നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തത് ഒരു ഇൻക്ലൈൻഡ് either upward or downward വരുന്ന ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിനെ കുറിച്ചിട്ടായിരുന്നു.
ഇദ്ദേഹം ഇവിടെ നമുക്ക് നോക്കുന്നത് എങ്ങനെയാണ്, ഒരു ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അപ്പൊ നോക്കൂ, ഈ പിക്ചറിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ, ഒരു ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എങ്ങനെയാണെന്ന് നോക്കാം. A ball is released from the rest on one of the planes, rolls down and climbs up the other. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഒരു ബോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ താഴത്തേക്ക് ഉരുണ്ട് വന്ന് വീണ്ടും അത് മുകളിലേക്ക് തന്നെ എത്തുന്നുണ്ട് അല്ലെ. If the planes are smooth, the final height of the plane is nearly as the same as the initial height. അപ്പൊ രണ്ടിന്റെയും ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് പ്ലെയിൻ ആണെങ്കിൽ ഏത് പൊസിഷനിൽ നിന്നാണോ നമ്മൾ ആ ബോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ സെയിം ആ ഒരു ഹൈറ്റിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ റീച്ച് ആകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പറയുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആണെങ്കിൽ. ഓക്കെ, ഇൻ ദ ഐഡിയൽ സിറ്റുവേഷൻ ദ ഫ്രിക്ഷൻ ഈസ് ആബ്സെന്റ്, ദ ഫൈനൽ ഹൈറ്റ് ഓഫ് ദ ബോൾ ഈസ് സെയിം ആസ് ഇറ്റ്സ് ഇനിഷ്യൽ ഹൈറ്റ്, ഇറ്റ് ടെസ്റ്റഡ് ഡിപെൻഡ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ ഇൻക്ലൈൻ. അപ്പോൾ ഈ ഒരു ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻക്ലൈൻഡ് ഷേപ്പിനെ നോക്കാതെ തന്നെ ആ പറയുന്ന ഫ്രിക്ഷൻ ലെസ് ആബ്സെന്റ് ആണെങ്കിൽ നമുക്ക് ഫൈനൽ ഹൈറ്റ് ഓഫ് ദ ബോൾ എന്ന് പറയുന്നത് ഇനിഷ്യൽ ഹൈറ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഒബ്ജക്റ്റിന്റെ ആ ഒരു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻക്ലൈൻ എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് ഓഫ് ഇൻക്ലൈനെ അത് ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഒരു ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഉണ്ട്, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്, തേർഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ റിമൈൻസ് ഇൻ യൂണിഫോം മോഷൻ ദാറ്റ് എ ബോഡി അറ്റ് റെസ്റ്റ് unless acted upon by a non-zero net external force. Okay, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലോ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോഡി യൂണിഫോം മോഷനിലാണെങ്കിൽ അത് യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇഫ് ബോഡി അറ്റ് റെസ്റ്റ്, അതായത് ബോഡി റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ ആയിരിക്കും. അൺലെസ് നമ്മൾ എക്സ്ട്രാ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് വരെ, പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും നമ്മൾ അതിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ബോഡി എന്ന് പറയുന്നത് അതിന്റെ റെസ്റ്റിൽ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, inertia is the property of the body due to which the body opposes the change of its state. അപ്പോൾ inertia എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ച് മുമ്പ് നോക്കി inertia എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതായത് ഒരു റെസ്റ്റിലുള്ള ബോഡി അതിനെ റെസ്റ്റിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലേ, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ബോള് ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബോക്സ്, ആ ബോക്സിനെ ആ റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ ബോക്സ് അപ്ലൈ ചെയ്യുന്നത് എന്താണോ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, inertia of a body is measured by mass of the body. Inertia എന്ന് പറയുന്നത് ആ ഒരു ബോഡിയുടെ മാസിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. That is inertia which is directly proportional to the mass. എത്രത്തോളമാണ് ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസ്, അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും inertia എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കും, മാസ് എന്ന് പറയുന്നത് m ആണ്, v എന്ന് പറയുന്നത് വെലോസിറ്റി. അപ്പൊ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണ് ഫസ്റ്റ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. സ്പെഷ്യൽ കേസ് ഓഫ് യൂണിഫോം മോഷൻ വിത്ത് സീറോ സ്പീഡ് ആണ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ വിത്ത് വെലോസിറ്റി v ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോ ഹെവിയർ ബോഡി ഗ്രേറ്റർ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ആൻഡ് ഹെൻസ് ഗ്രേറ്റർ ഇനേർഷ്യ. അപ്പൊ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടിയ ബോഡി ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അങ്ങനെ അതിന്റെ ഇനേർഷ്യയും കൂടും. ഓക്കെ, കാരണം അതായത് നമുക്കിപ്പോ ഒരു ബോഡിയുടെ വെയിറ്റ് കൂടുതൽ, ഇപ്പൊ ഒരു കല്ല്, ഒരു 10 കിലോ ഉള്ള ഒരു സാധനമാണ് എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ അത്രയും ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യണം, എന്നാലേ മൂവ് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും ഫോഴ്സ് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇനേർഷ്യ ആയിരിക്കും ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്നത്. അതേപോലെ ഇപ്പൊ ഒരു ലൈറ്റ് വെയിറ്റിലുള്ള ഒരു വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ബോഡി, അല്ലെങ്കിൽ ഒരു ലൈറ്റർ ബോഡി ആണെങ്കിൽ അതിന്റെ ഇനേർഷ്യയും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, ഫസ്റ്റ് നോക്കുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ ഇനേർഷ്യ എന്താണ്. ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അപ്പൊ ആ ഒരു ബോഡിയുടെ ഒരു ഇന്നബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന്റെ റെസ്റ്റിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ബോഡിയുടെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇന്നബിലിറ്റി ഓഫ് എ ബോഡിയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. when we shake a branch of mango tree, the mangoes fall down. അല്ലെ, അപ്പൊ നമ്മളൊരു മാങ്ങയുടെ അതിലൊരു ബ്രാഞ്ചിൽ പിടിച്ചങ്ങനെ കുലുക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ ആ മാങ്ങകൾ താഴത്തേക്ക് വീഴും. അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ.
It is the inability of a body to change its states of uniform motion. Uniform motion ഉണ്ടാകുന്ന ആ ഒരു ബോഡിയുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ചേഞ്ചിനുള്ള ആ ഒരു ഇനബിലിറ്റി, ആ ഒരു ബോഡിയുടെ ഇനബിലിറ്റി ആണ് പറയുന്നത് inertia of motion. When a bus or train stops suddenly, passengers sitting inside it tends to fall forward. അപ്പോൾ ഒരു ബസ്സിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ ഇരിക്കുന്നവർ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, പെട്ടെന്ന് മുന്നോട്ടൊന്ന് ആഞ്ഞു പോകും അല്ലെ. അതെന്ന് പറയുന്നത് inertia of motionന്റെ റീസൺ ആണ് അതിന് കാരണം. Next, inertia of direction. It is the inability of a body to change its direction of motion. ആ ഒരു മോഷന്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ആ ഒരു ബോഡിയുടെ ഇനബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് inertia of direction എന്ന് പറയുന്നത്. Rotating wheels of vehicles throw out mud got over the wheels, stop this mud അല്ലെ. അപ്പൊ ആ ഒരു നമ്മളിപ്പോ ഒരു ചെളിയുടെ ഉള്ളിൽ എങ്ങാനും വണ്ടി പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും പെട്ടെന്ന് അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ അത് കടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഒരു inertia of direction എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് മൊമെന്റം എന്താന്ന് നോക്കാം. The total quantity of motion possessed by a moving body. ഒരു മൂവിംഗ് ബോഡിയിൽ ടോട്ടൽ ആയിട്ട് പൊസസ് ചെയ്യുന്ന ആ ഒരു മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ബോഡിയുടെ മൊമെന്റം എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എ മോഷൻ possessed by a moving body. It is the product of the mass and velocity. അപ്പൊ P is equal to mv. P എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്, m മാസ്, v വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ മൊമെന്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ന്യൂട്ടൺ ആണ്. ടു മെഷർ ദ ക്വാണ്ടിറ്റേറ്റീവ് എഫക്ട് ഓഫ് ദ ഫോഴ്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് എഫക്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് മൊമെന്റം എന്ന് പറയുന്നത്. സോ P is equal to mv ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇനേർഷ്യ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ലോ ഓഫ് ഇനേർഷ്യ നോക്കിയിട്ടുണ്ടായിരുന്നു, ദെൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് ഇനേർഷ്യ ആണ്, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമ്മൾ നോക്കി, സെക്കൻഡ് ലോ ആണ് നോക്കുന്നത്. The rate of change of momentum of body is directly proportional to the force applied on it, and this change take place in the direction of force. Okay, അപ്പോൾ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ദ ബോഡി, ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആണ്. അതേപോലെ തന്നെ ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന്, ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫോഴ്സിലായിരിക്കും നമുക്ക് ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് മൊമെന്റം കാണുന്നത്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ലോ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോഴ്സിനെയും മാസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം, F is equal to ma, that is F is equal to mass into acceleration ആണ്. ഓക്കെ, thus the magnitude of force can be calculated by multiplying the mass of the body and the acceleration produced in it. അപ്പൊ അതിലെ ആക്സിലറേഷൻ എത്രത്തോളം പ്രൊഡ്യൂസ് ആയിട്ടുണ്ടോ അതേപോലെ തന്നെ ആ ബോഡിയുടെ മാസ്, അതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്, മോഷൻ ഗീവ്സ് എ മെഷർ ഓഫ് ഫോഴ്സ്. നമുക്കൊരു ഫോഴ്സിന്റെ ഒരു മെഷർ കിട്ടുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ യൂണിറ്റ് നോക്കാം. Absolute unit of force SI is SI യൂണിറ്റിൽ വരുന്നത് ന്യൂട്ടൺ. നമ്മൾ ആ യൂണിറ്റ്സ് ആൻഡ് ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് യൂണിറ്റ് ഓഫ് ഫോഴ്സ് SI യൂണിറ്റിൽ ന്യൂട്ടൺ ആണ്. CGS ൽ വരുമ്പോൾ അത് ഡൈൻ എന്നാണ് വരുന്നത്, DYNE, that is 1 Newton is equal to 10 to the power 5 ഡൈൻ ആണ്. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് കിലോഗ്രാം വെയിറ്റ് അതല്ലെങ്കിൽ കിലോഗ്രാം ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് 1 kilogram weight or 1 kilogram force is equal to 1 kg into 9.8 meter s power minus 2, that is equal to 9.8 Newton ആണ്. അത് CGS ലാണെങ്കിൽ നമുക്ക് കിലോഗ്രാം വരില്ല, GWT or 1 GF is equal to 1 G into 980 centimeter square വരും അല്ലെ, minus 2, that is equal to 980 ഡൈൻ വരും. ഓക്കെ, ഇതാണ് യൂണിറ്റ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി മൊമെന്റം എന്താന്ന് നോക്കാം. നമ്മളൊരു മൊമെന്റത്തിന്റെ കാര്യമാണ് നമ്മൾ സെക്കൻഡ് ലോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റിൽ ഇനേർഷ്യയാണ്, സെക്കൻഡിൽ നമ്മൾ മൊമെന്റത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെ. If the momentum of a body is the product of its mass and velocity, momentum എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ബോഡിയുടെ മാസും അതിന്റെ വെലോസിറ്റിയും തമ്മിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ മൊമെന്റം P is equal to m into v. P ആണ് മൊമെന്റം ഡിനോട്ട് ചെയ്യുന്നത്, m is the mass and v is the velocity of the body. Okay, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. It has both direction and magnitude. It has same direction as the direction of motion of the body. അപ്പോൾ ആ ഒരു ബോഡിയുടെ ഡയറക്ഷൻ എന്താണോ അതേ ഡയറക്ഷനിലായിരിക്കും നമുക്ക് മൊമെന്റത്തിനും ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, SI യൂണിറ്റ് എന്താണ്, kg ms power minus 1 and CGS എന്ന് പറയുന്നത് g ms power minus 1 ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം is equal to force, that is F is equal to ma എന്നുള്ളത് വരുന്നത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് നമുക്ക് നോക്കുന്നത് ഇമ്പൾസ്. ഇതൊക്കെ നമുക്ക് വരുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ വരുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫോഴ്സ് വിച്ച് ആക്ട് ഓൺ ദ ബോഡീസ് ഫോർ ഷോർട്ട് ടൈംസ് ആർ കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. അപ്പൊ ഒരു വളരെ ചെറിയൊരു നേരത്തേക്ക്
ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണോ അതിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ, നമ്മളൊരു ബോളിനെ ഒരു ബാറ്റ് കൊണ്ട് അടിക്കുന്നത് ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഒരു വുഡൻ ബ്ലോക്കിലേക്ക് ഒരു ഹാമർ കൊണ്ട് നമ്മൾ ആ ഒരു ആണി അടിച്ചിറക്കില്ലേ, അത് ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഒരു ഗണ്ണ് ഫയർ ചെയ്യുന്നത് ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഇമ്പൾസീവ് ഫോഴ്സസ് ഡു നോട്ട് റിമൈൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഉണ്ടാവില്ല. അത് സീറോയിൽ നിന്ന് മാക്സിമത്തിലേക്ക് ചേഞ്ച് ആകും, അതല്ലെങ്കിൽ ഫ്രം മാക്സിമം ടു സീറോ. അപ്പൊ അവിടേക്ക് മുകളിലേക്കും താഴത്തേക്കും ചേഞ്ച് ആകുന്നതിനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ടൈമിനനുസരിച്ച് ഈ ഇമ്പൾസ് നമുക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, മെഷർ ദ ടോട്ടൽ എഫക്ട് ഓഫ് ദ ഫോഴ്സ്. അപ്പൊ അവിടെ എഫക്ട് നമുക്ക് ടോട്ടൽ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണോ അതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഹെൻസ് ദ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ഇസ് എ മെഷർ ഓഫ് ടോട്ടൽ എഫക്ട് ഓഫ് ദ ഫോഴ്സ്. അപ്പൊ ടോട്ടൽ ആയിട്ട് നമുക്ക് എത്രത്തോളം ഫോഴ്സ് അവിടെ എഫക്ട് ആയിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പൊ ആവറേജ് ആയിട്ട് എത്ര ഫോഴ്സ് ഉണ്ടായിട്ടുണ്ടോ അതേ ഇൻറ്റു ടൈം ആണ് നമ്മൾ ഇമ്പൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, hence the impulse of a force, which is the product of average force during impact and time for which the impact lasted, is measured by the total change in the linear moment produced during the impact. അപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഫോഴ്സ് അല്ലെ, പ്രോഡക്റ്റ് ഓഫ് ദി ആവറേജ് ഫോഴ്സും അതുപോലെ തന്നെ ആ ഒരു ടൈമും തമ്മിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പൾസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, നെഗറ്റീവ് ആകാം, അതല്ലെങ്കിൽ സീറോ ആകാം. അത് ആ ഒരു മൊമെന്റം, ബോഡിയുടെ മൊമെന്റത്തിനനുസരിച്ചിട്ടായിരിക്കും. ഇറ്റ് ഇൻക്രീസ്, ഡിക്രീസ് ഓർ റിമൈൻസ് അൺചേഞ്ച് അണ്ടർ ദ എഫക്ട് ഓഫ് ഫോഴ്സ്. ആ ഫോഴ്സിന്റെ എഫക്ട് കൊണ്ട് ചിലപ്പോൾ അത് ഡിക്രീസ് ആകാം, അല്ലെങ്കിൽ ഇൻക്രീസ് ആകാം, അതല്ലെങ്കിൽ അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ആകുന്നതിന് ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷന്റെ സെയിം ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആണ്, ദാറ്റ് ഈസ് kg/(-1) വരും. CGS എന്ന് പറയുന്നത് ഡൈൻ സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഇതാണ് ഇമ്പൾസിന് വരുന്ന കാര്യങ്ങൾ. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ലോ ഓഫ് മോഷൻ ആണ്. ഫണ്ടമെന്റൽ ലോ ഓഫ് മോഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാ പറയേണ്ടത്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോയും ഈ പറയുന്ന സെക്കൻഡ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നോക്കൂ, F is equal to ma എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് F is equal to 0 ആണെങ്കിൽ then acceleration is equal to also 0 വരും അല്ലെ. അതായത് പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. If body is rest, it will remain rested. If it is moving, it will remain moving in the same direction with the same speed. ഇതാണ് ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ എന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബോഡിക്ക് പ്രത്യേകിച്ച് ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് നമുക്ക് ഫണ്ടമെന്റൽ ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് we are going to discuss about the Newton's third law of motion. നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലോ ആണ് അല്ലെ. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്താണ്, every action there is always an equal and opposite reaction. എല്ലാ ആക്ഷനും അവിടെ എപ്പോഴും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്നതാണ് നമുക്കറിയാം അല്ലെ. നമുക്കിത് അറിയാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലോ ആണ്. The action and reaction are equal in magnitude and opposite in direction. ആക്ഷനും റിയാക്ഷനും എങ്ങനെയാണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനിലായിരിക്കും. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ആക്ട് ഓൺ ദ സെയിം ബോഡി. ഒരു ബോഡിയിൽ തന്നെ ആക്ഷനും റിയാക്ഷനും വരില്ല. ആക്ഷൻ ഒരു ബോഡിയിലാണെങ്കിൽ റിയാക്ഷൻ വേറൊരു ബോഡിയിലായിരിക്കും വരുന്നത്. ഓക്കെ, if action is in one body and reaction will be in the other body. Okay, ഇപ്പൊ നോക്കൂ, force FAB is the force exerted by the body A on B അല്ലെ. A by body B, അതായത് A എന്ന് പറയുന്ന ബോഡി ബിയിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F എന്ന് പറയുന്നത്, അത് ആക്ഷൻ ആണ്. അപ്പൊ FB എന്ന് പറഞ്ഞാൽ എന്താണ്, B എന്ന ബോഡി എയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആണ് FB, അതായത് ജസ്റ്റ് തിരിഞ്ഞു വരും അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും, നമുക്ക് FAB is equal to minus FB, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് അല്ലെ. അതാണ് നമുക്ക് FBA എന്ന് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് മൊമെന്റം കൺസർവേഷൻ ആണ്. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ നമ്മൾ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ എന്താ പറയുക, ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ പ്രത്യേകിച്ച് ഒരു സിസ്റ്റത്തിൽ ഒരു ടോട്ടലായിട്ട് ഇന്ററാക്ടിങ് ഒരുപാട് സെവറൽ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അവയുടെ ഫലമായിട്ട് പ്രത്യേകിച്ച് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന ആ ഒരു എഫ് എന്ന് പറയുന്നത്, ആ ഒരു എഫ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ആണ് നമ്മൾ അതിൽ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് അതിൽ ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ച് നമുക്കറിയാം മൊമെന്റം അല്ലെ, ഇൻ ടേംസ് ഓഫ് മൊമെന്റത്തിൽ വരുന്നതാണ് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു dp/dt ആണ് വരുന്നത്. അപ്പൊ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എഫ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ dp/dt, അതായത് നമ്മൾ പറഞ്ഞത് കൺസേർവ്ഡ് എന്ന് പറയുമ്പോൾ dp/dt is equal to 0. അപ്പൊ ഡിഫറൻസിയേഷൻ ഓഫ് p in terms of t എന്ന് പറയുമ്പോൾ p എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം അല്ലെ.
P എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റന്റ് എടുക്കണം. അപ്പോൾ P1 പ്ലസ് P2 അപ് ടു എക്സെട്ര Pn എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമാണ് ഈ ഒരു നോ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആവുള്ളൂ. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പൾസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു ലാർജ് ഫോഴ്സ്, ഓക്കെ, ഒരു എക്സ്ട്രീംലി ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക വളരെ കുറഞ്ഞ മാഗ്നിറ്റ്യൂഡിൽ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആക്ട് ആവുകയാണ്. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ കേസസിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എഫക്റ്റ്, ആ ഒരു ഫോഴ്സിൽ ഉണ്ടാവുന്ന ടോട്ടൽ എഫക്റ്റ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ എഫക്റ്റ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇമ്പൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു എന്താ പറയുക ഒരു പർട്ടിക്കുലർ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോഴ്സിന്റെ ടൈമോ അല്ലെങ്കിൽ ആ ഒരു മാഗ്നിറ്റ്യൂഡോ ഒന്നും തന്നെ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നമുക്കൊരു എക്സ്ട്രീംലി ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ആക്ട് ആവുന്ന ആ ഒരു ലാർജ് ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ വരിക? നമുക്ക് ഇമ്പൾസ് ഈക്വൽ ടു ഫോഴ്സിന്റെയും ടൈമിന്റെയും ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ആയിട്ടാണ് നമ്മൾ ഇമ്പൾസിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിന്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്? ഇപ്പൊ രണ്ട് ഫോഴ്സുകൾ F1 F2 ഉണ്ട്. അപ്പൊ അതൊരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F1 - F2 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം നമ്മൾ 3 കൺകറന്റ് ഫോഴ്സസിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് F1 F2 F3 എന്നുള്ള രീതിയിൽ 3 കൺകറന്റ് ഫോഴ്സസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവയുടെ വെക്റ്റർ സം എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും. അതായത് F1 പ്ലസ് F2 പ്ലസ് F3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ എന്താണ് കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ബോഡിയിലേക്ക് ടുഗെദർ ആയിട്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യണം. ഒരു സെയിം പോയിന്റിലേക്ക്, ഒരു ബോഡിയുടെ ഒരു സെയിം പോയിന്റിലേക്ക് ഒരുമിച്ച് കുറെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സിനെ നമുക്ക് കൺകറന്റ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കൺകറന്റ് ഫോഴ്സ് ആണ് നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്നതെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ വെക്റ്റർ സം എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും. അതാണ് F1 പ്ലസ് F2 പ്ലസ് F3 is equal to 0 എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു തിയറം നോക്കാനുണ്ട്, ലാമീസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ ലാമീസ് തിയറത്തിന്റെ ആ ഒരു ലാമീസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ 3 കൺകറന്റ് ഫോഴ്സസ് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. F1 F2 F3 എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ബോഡിയിലേക്ക് നമ്മൾ ആക്ട് ചെയ്യുകയാണ്. അപ്പൊ നോക്കൂ, F1 F2 F3 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണ്. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിളുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദി ഫോഴ്സസ് F2 and F3 ആൽഫ. ദെൻ ബീറ്റ is the angle between the forces F1 and F3 and gamma is the force between F1 and F2. അപ്പൊ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? F1 by sin alpha which is equal to F2 by sin beta which is equal to F3 by sin gamma. അപ്പൊ 3 ആംഗിളും ആണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ലാമീസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? കോമൺ ഫോഴ്സസ് ഇൻ മെക്കാനിക്സ് ആണ്. ഓക്കെ, സോ ഇൻ മെക്കാനിക്സ് കോമൺ ഫോഴ്സസ് എന്ന് പറയുന്നത്, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എക്സെപ്റ്റ് എല്ലാം തന്നെ കോണ്ടാക്ട് ഫോഴ്സസ് ആണ്. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കോണ്ടാക്റ്റിൽ വരുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് ആണ് അല്ലെ. ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒഴികെ ബാക്കി എല്ലാം തന്നെ മെക്കാനിക്സിലുള്ളത് കോമൺ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ, വേറെ കുറച്ച് കോമൺ ഫോഴ്സസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ, ബയോൺ ഫോഴ്സ്, ദെൻ സ്പ്രിംഗ് ഫോഴ്സ്, tension in strain. These are etc. are the common forces. Okay, additional common forces കളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. ഫ്രിക്ഷൻ നമ്മൾ കേട്ടിട്ടുള്ള വേർഡ് ആയിരിക്കും അല്ലെ. ഫ്രിക്ഷൻ, it is opposing force that is set up between the surface of contact when one body slides or rolls or tends to do so on the surface of another body. അപ്പൊ നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സർഫേസ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ ആ ഒരു ബോഡി സ്ലൈഡ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ റോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ആ ഒരു സർഫേസിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ആ ഒരു സർഫേസ് നമുക്ക് തരുന്ന ആ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നടക്കുക, വണ്ടി ഓടുന്നതൊക്കെ ആ ഒരു ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ. നമുക്ക് ആ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോണ്ടാക്ട് കിട്ടില്ല നമുക്ക് അല്ലെ. അപ്പൊ നമുക്ക് അറിയാം. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരു ബോഡി സ്ലൈഡ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ റോൾ ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്, ആ ഒരു സർഫേസ് ഓഫ് കോണ്ടാക്റ്റും ആ ഒരു ബോഡിയും തമ്മിൽ വരുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആണ് എന്ത് വരുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒഴികെ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ റിയാക്ഷൻ N-നെ ഡിപ്പെൻഡബിൾ ആണ്. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ FR എന്ന് പറയുന്നത് which is directly proportional to N, നോർമൽ റിയാക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒഴികെ. നമുക്ക്
types of friction എന്താണെന്ന് അറിയണം അല്ലേ? There are mainly classified into two types, that is external friction അതുപോലെ തന്നെ internal friction. എന്തൊക്കെയാണ്? External friction and internal friction. External friction എന്ന് പറഞ്ഞാൽ എന്താണ്? It develops between contact surface of the body. ആ ഒരു contact surfaces of the bodyകൾ തമ്മിൽ between ആയിട്ട് വരുന്ന ആ ഒരു friction ആണ് external friction എന്ന് പറയുന്നത്. അപ്പോൾ internal friction എന്തായിരിക്കും? It develops between the contact layer of the liquid, also known as viscous friction. അല്ലെ, ആ ഒരു കോണ്ടാക്ട് ലെയറിൽ വരുന്ന ആ ഒരു ലിക്വിഡിന്റെ കോണ്ടാക്ട് ലെയറിൽ വരുന്ന ഫ്രിക്ഷൻ ആണ് ഇന്റേണൽ ഫ്രിക്ഷൻ. എക്സ്റ്റേണൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ബോഡികൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു കോണ്ടാക്ട് സർഫേസിൽ വരുന്നതാണ് എക്സ്റ്റേണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റേണൽ ഫ്രിക്ഷന്റെ വേറൊരു പേരാണ് വിസ്കസ് ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ് എന്ന് വരുന്നത്. ഓക്കെ, again the external friction is classified into static friction, that is Fs, and limiting friction, that is FLim, and sliding friction or kinetic friction FK. Okay, so external frictions are again classified into three types. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഇതാണ് നമ്മൾ വേരിയേഷൻ ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് വിത്ത് അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ആ ഒരു വേരിയേഷൻ ഫ്രിക്ഷനും തമ്മിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, എഫ് ഫോഴ്സ് അപ്ലൈഡ് ആണ്, ഇത് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതാണ്, നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരുന്നത് അല്ലെ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ബിലോ ആണ് വരുന്നത്, ഈ ഒരു ബിലോ വാല്യൂസ് ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എന്താണോ ദാറ്റ് ഈസ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ആ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ നമുക്ക് എന്താണ് വരുന്നത്, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ആൻഡ് ജസ്റ്റ് സ്ലൈറ്റ്ലി ലോവർ ദാൻ ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ, ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. ഓക്കെ, ഇതാണ് ആ ഒരു ഗ്രാഫ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷന്റെ ആംഗിൾ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ഇൻ ലാംഡ. The angle which the resultant of the force of limiting friction F and the normal reaction N makes the direction of normal reaction N. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഫിന്റെ റിസൾട്ടന്റ് ഫോഴ്സും അതിന്റെ നോർമൽ റിയാക്ഷൻ എന്നും തമ്മിൽ വരുന്ന ആ ഒരു ആംഗിൾ എന്താണോ അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എന്നാണ്. സോ ടാൻ ലാംഡ ഈസ് ഈക്വൽ ടു എഫ് ബൈ എൻ ആണ്. എഫ് ബൈ എൻ ഫോഴ്സും ആ ഒരു നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള ആ ഒരു ഇതാണ് വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ലാംഡ ഈസ് ഈക്വൽ ടു ആ ഒരു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആംഗിൾ ഓഫ് റെപ്പോസ് ഓർ ആംഗിൾ ഓഫ് സ്ലൈഡിംഗ്. ആ സ്ലൈഡിങ്ങിന്റെ അല്ലെങ്കിൽ റെപ്പോസിന്റെ ആംഗിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. It is defined as the maximum angle of inclination of a plane with the horizontal at which a body placed on it just begin to slide down. അതായത് ഈ ഒരു തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റെപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ആംഗിൾ ഓഫ് റെപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് എ പ്ലെയിൻ. ഒരു പ്ലെയിനിന്റെ മാക്സിമം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അതെങ്ങനെയാണ്, അതിന് ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മളൊരു ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിൽ വരുന്ന ആ ഒരു മാക്സിമം ഇൻക്ലിനേഷൻ ആംഗിൾ എന്താണോ അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റെപ്പോസ് ഓർ ആംഗിൾ ഓഫ് സ്ലൈഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ആൻഡ് എൻ ഇസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ ആണ്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ, എഫ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡയറക്ഷൻ എം ജി സൈൻ തീറ്റയാണ്. n is equal to normal reaction എന്ന് പറയുന്നത് mg cos theta ആണ്. ഇതാണ് mg cos theta, this is mg sin theta അല്ലേ. അപ്പോൾ mg എന്ന് പറയുന്നത് ഈ ഒരു സെന്റർ ഓഫ് പോയിന്റ് ആണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ mu s is equal to നമ്മൾ പഠിച്ചിട്ടുണ്ട് f by n ആണ്, that is equal to tan theta ആണ്. അപ്പോൾ നമുക്ക് mg sin theta by mg cos theta എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് വരും, നമുക്ക് theta എന്ന് വരും, that is theta is equal to tan inverse of mu s ആണ്. Okay, so theta is equal to tan inverse of mu s. This is fact is useful for finding the coefficient of static friction in the laboratory. So angle of repose theta which is equal to angle of friction lambda. Okay, അപ്പോൾ angle of friction lambda and angle of repose same ആണ്. Okay, lambda is equal to theta ആണ്. അടുത്തതാണ് നമ്മൾ നോക്കുന്നത് ടെൻഷൻ ഇൻ എ സ്ട്രിംഗ് അല്ലെ. ഇതൊക്കെ നമ്മൾ കോമൺ ഫോഴ്സസിൽ വരുന്നതാണ്. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അഡീഷണൽ കോമൺ ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്, അതാണ് നമ്മൾ ഓരോന്നായിട്ട് നോക്കിയിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് ടെൻഷൻ ഇൻ എ സ്ട്രിംഗ്, അത് എന്താണ് നോക്കുന്നത്. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ,
When the two ends of a string are pulled in opposite direction, then a force is developed in the string is called a tension. അപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രിങ്ങിനെ നമ്മൾ രണ്ട് എൻഡിലേക്കായിട്ട് വലിച്ചു പിടിച്ചിരിക്കുകയാണ് അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്ട്രിങ്ങിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ആവുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്ട്രിങ് നമ്മൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഡയറക്ഷനിലേക്ക് വലിച്ചു പിടിച്ചിരിക്കുമ്പോൾ ആ ഒരു സ്ട്രിങ്ങിൽ ഡെവലപ്പ് ആവുന്ന ഫോഴ്സ് എന്താണോ ദാറ്റ് ഈസ് കോൾഡ് ടെൻഷൻ. ഓക്കെ, അപ്പൊ ഒരു ഐഡിയൽ സ്ട്രിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ദിറ്റ് ഈസ് മാസ്ലെസ് ആയിരിക്കും അല്ലെ, അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിരിക്കും, ഇൻഎക്സ്റ്റെൻസിബിൾ ആയിരിക്കും. ദീസ് ആർ ദ ഐഡിയൽ സ്ട്രിങ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ടെൻഷൻ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ്, ആ ഒരു സ്ട്രിങ് വലിക്കുമ്പോൾ ഡെവലപ്പ് ആകുന്ന ആ ഫോഴ്സസിന് എന്തൊക്കെ റൂൾസ് ആണെന്ന് നമുക്ക് നോക്കാം. Tension in a string is always along the string and away from the object. ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്, ആ ഒരു സ്ട്രിങ്ങിന്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ആ ഒരു സ്ട്രിങ്ങിന്റെ അലോങ് ആയിരിക്കും, പക്ഷേ ഓബ്ജക്റ്റിൽ നിന്നും എവേ ആയിരിക്കും. ഒബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് എവേ ആയിട്ടായിരിക്കും നിൽക്കുന്നത്, സ്ട്രിങ്ങിൽ അലോങ്ങിലായിരിക്കും നമുക്ക് ടെൻഷൻ വരുന്നത്. In an ideal string, tension at all points of string will be same. ആ ഒരു ഐഡിയൽ സ്ട്രിങ്ങിൽ ഏതൊരു സ്ട്രിങ്ങിന്റെ ഏതൊരു പോയിന്റിൽ എടുത്താലും ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ in a string or in a chain tension is only extension. ഒരു സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ ഒരു ചെയിൻ ടെൻഷൻ മാത്രമാണ് നമുക്ക് എന്ന് പറയുന്നത് എക്സ്റ്റെൻസിബിൾ ആണ്, എക്സ്റ്റൻഷൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു റോഡില് ടെൻഷൻ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൽ ആകാം അല്ലെങ്കിൽ കംപ്രഷണൽ ആകാം. എക്സ്റ്റെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ കംപ്രഷനിലാകാൻ പറ്റും ഒരു റോഡില്. സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ ഒരു ചെയിനിൽ നമുക്ക് ചെയിൻ ടെൻഷൻ മാത്രമാണ് നമുക്ക് എക്സ്റ്റൻഷൻ ആകുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു ടെൻഷൻ ഇൻ എ സ്ട്രിങ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഒരു ഐഡിയൽ സ്ട്രിങ്ങില് അല്ലെങ്കിൽ ഒരു മാസ്ലെസ് സ്ട്രിങ്ങില് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു സീറോ ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. മാസ്ലെസ് ആയതുകൊണ്ട് നമുക്ക് എം എന്ന് പറയുന്നത് സീറോ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, രണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമുക്ക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഇതാണ് എക്സ്റ്റൻഷൻ, ഇത് കംപ്രഷനിലും വരുന്നത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കുലർ മോഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ കുറച്ച് എക്സാമ്പിളുകളാണ് നോക്കുന്നത്, എന്താണ് നമുക്ക് സർക്കുലർ മോഷൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട്. For a car taking a circular turn on a horizontal road, the centripetal force is by the force of friction. അല്ലെ, ഒരു കാറ് ഒരു ഹൊറിസോണ്ടൽ റോഡിൽ നമ്മൾ ഒരു സർക്കുലർ ടേൺ എടുക്കുമ്പോൾ ആ ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ്, ആ ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് അവിടെ ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് വരുന്നത്. അതായത് ആ ഒരു സെന്ററിലേക്ക് ഒരു അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ആ ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കാരണമാണ്. ഓക്കെ, മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. നമുക്ക് ഇനി ഡിഫറെന്റ് എക്സാമ്പിളുകളാണ് നോക്കുന്നത്. ഒരു കാറ് ഒരു ലെവൽ റോഡിൽ അതിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു മോഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Friction force mu n between tire and rod provides a required centripetal force. അപ്പോൾ ആ ഒരു ടയറും അതുപോലെ തന്നെ ടയറുകളും റോഡും തമ്മിലുണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിക്വയർഡ് ആയിട്ടുള്ള ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് ഷുഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ് വരുന്നത്. ആർ എന്ന് പറയുന്നത് ആ ഒരു സെന്ററിന്റെ റേഡിയസ് വരും, വി എന്ന് പറയുന്നത് അതിന്റെ വെലോസിറ്റി മാസ് ആണ് എം വരുന്നത്. അപ്പൊ മാക്സിമം സ്പീഡ് ഓഫ് ദ കാർ, ആ ഒരു സേഫ് ടേണിങ്ങിന് വേണ്ടിയിട്ടുള്ള മാക്സിമം സ്പീഡ് എത്ര വരാൻ പറ്റുക? വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി ആണ്. ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷനിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സ്പീഡിലാണ് നമുക്കത് സേഫ് ടേണിങ്ങിന് പറ്റുള്ളൂ. സ്പീഡ് കൂടിയാലും പ്രശ്നമാണ്, സ്പീഡ് കുറഞ്ഞാലും നമുക്കതൊരു ഇഷ്യൂ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പീഡിലാണ് നമുക്ക് മാക്സിമം സ്പീഡ് ആ ഒരു പറയുന്ന സേഫ് ടേണിങ്ങിൽ നമുക്ക് പറ്റുള്ളൂ. ഇനി ഒരു ബാങ്ക്ഡ് റോഡിലാണ് ഒരു മോഷൻ ഓഫ് കാർ നോക്കുന്നതെങ്കിൽ എങ്ങനെയാണ്? കോമ്പണന്റ് ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ആയിരിക്കും. കോമ്പണന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ നമ്മൾ ആ ഒരു ഗ്രാഫിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ആ ഒരു സ്ലൈഡിങ്ങിന്റെ ഇതിൽ. അപ്പൊ അവിടെ സൈൻ തീറ്റയാണ്. അപ്പൊ അത് രണ്ടും കൂടിയാണ് ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ്, നമുക്കൊരു സേഫ് റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കോമ്പണന്റ് ഓഫ് ഫ്രിക്ഷനും കോമ്പണന്റ് ഓഫ് നോർമൽ റിയാക്ഷനും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം പെർമിസിബിൾ സ്പീഡ്, ആ ഒരു സ്ലിപ്പിംഗ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് വി മാക്സ് ഇസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ഹോൾ പവർ 1/2. ഓക്കെ, സ്ക്വയർ റൂട്ടിലാണ് നമുക്ക് വരുന്നത്. ഇതാണ് മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ആ ഒരു സ്പീഡ്. ഓക്കെ, ഇഫ് റോഡ് സ്മൂത്ത് ആണെങ്കിൽ മ്യൂ എസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, റോഡ് എന്ന് പറയുന്നത് സ്മൂത്ത് ആണെങ്കിൽ നമുക്ക് മ്യൂ എസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Then Vmax is equal to square root of RG tan theta ആണ് വരുന്നത്. ഓക്കെ, ഇത് എപ്പോഴാണ്? സ്മൂത്ത് റോഡ് ആണെങ്കിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ കാർ റിലേറ്റഡ് ആയിട്ട് 1-2 ഇക്വേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്.
അപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്നത് ഒരു ബെൻഡിങ് ഓഫ് സൈക്ലിസ്റ്റ് ഓൺ എ സർക്കുലർ ടേണിംഗ് ഫോർ എ സേഫ് ഗോയിങ്. അപ്പൊ നമ്മളൊരു സർക്കുലർ ടേണിംഗില് ആ ഒരു സൈക്ലിസ്റ്റ് ചെറിയ രീതിയിൽ ഒരു ബെൻഡ് ആവുന്നുണ്ട്, അതൊരു സേഫ് ഗോയിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു ഇക്വേഷൻ, തീറ്റയുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കോമ്പണന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ n sin തീറ്റ എന്ന് പറയുന്നതാണ് നമുക്ക് അവിടെ ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു നോർമൽ റിയാക്ഷനിൽ വരുന്ന ആ ഒരു കോമ്പണന്റ് n sin തീറ്റ ആണ് നമുക്ക് ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പൊ n sin theta which is equal to mv square by r എന്നുള്ളത് കിട്ടും. മാസും വെലോസിറ്റിയും ബൈ റേഡിയസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം n cos theta ആണെങ്കിൽ mg ആണ്, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സൈക്ലിസ്റ്റിന്റെ മാക്സിമം സ്പീഡ് എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ v which is equal to square root of rg tan theta ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മാക്സിമം സൈക്ലിസ്റ്റിന്റെ മാക്സിമം സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. നമ്മൾ ഓൾറെഡി നമ്മളൊരു 3-4 വീഡിയോസ് പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ കുറേ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു.